എന്തുകൊണ്ടാ പെണ്ണ് കിട്ടാത്ത? അല്ലെങ്കിൽ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ജോലി ഉണ്ടാവും, നല്ല ആളുകളായിരിക്കും, പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. ഇന്നത്തെ കാലത്ത് കുറെ ആൾക്കാര്, കുറെ ചേട്ടന്മാർ ഇപ്പോഴും അതിന്റെ ഒരു പ്രഷറിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരോട് എന്താ പറയാനുള്ള കാരണം? നമ്മള് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ മോഹൻ നിങ്ങൾ നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ നമ്മള് ലക്ഷ്യത്തിലേക്ക്, അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ അതിൻ്റെ അകത്ത് എപ്പോഴാണോ പിന്തിരിയുന്ന നമ്മൾ പരാജയം തുടങ്ങും. നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആഗ്രഹവും അതിനുള്ള ഒരു ഇതിനു വേണ്ടി നമ്മൾ പുറകെ പോകാൻ പ്രകൃതി വരെ കൂടെ വെക്കും. ചിലപ്പോൾ നമ്മൾ തൊട്ട് വീട്ടിനപ്പുറത്തെ പെണ്ണേക്ക് നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരും. അത് അതിന് എത്ര ശതമാനം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നതിലാണ്. ആത്മാർത്ഥം പറഞ്ഞാൽ ഒരു 3-4 പോകുമ്പോൾ അവർ അവഗണന കിട്ടുമ്പോൾ നമുക്ക് ഫീലായിട്ട് മാറില്ല. അവിടെ തീർന്നു, മാറിക്കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറകെ ചെയ്തുകൊണ്ടിരുന്ന ഇത് നല്ല എല്ലാ കാര്യവും നമുക്ക് എന്തായാലും അത് വന്ന് ചേരും. അതായത് നോർമലി പ്രകൃതിൻ്റെ ഒരു ഇതാണ്. അതെ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാൻ വേണ്ടി മാത്രം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അതിനോട് എനിക്ക് കൃത്യമായിട്ട് യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരു വിചാരമാണ്, ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, സേഫായി. അത് പെൺകുട്ടികളാണ്, ശരി, ആൺകുട്ടികൾ ഒരുപാട് സിനിമകളുടെ കണ്ടു. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ പറയും, ഓ ഇവൾക്ക് പുര നിറഞ്ഞു നിൽക്കാറായി, ഇവളെ കെട്ടിച്ചയക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, നാട്ടുകാരത് പറയും. രണ്ടാമത് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇവനിങ്ങനെ മൂത്തരിച്ച് പോകാറായി, ഇവനെ ഒരു വെട്ട് കെട്ടിക്കാണണം. കാര്യം പറഞ്ഞാൽ നല്ലതൊക്കെയാണ്, പക്ഷെ എല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ തീരും, എല്ലാം ലൈഫ് സെറ്റാവും എന്നൊക്കെ ഉള്ളത് വളരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, മിഥ്യാധാരണ തന്നെയാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഒരു പെൺകുട്ടിയുടെ പുറകെ പോയി അവളെ വളയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ രീതി ശ്രമവും ഇങ്ങനെ നോക്കി അവളെ വളയ്ക്കണം എന്നുള്ള ചിന്തയായിട്ട് ഇങ്ങനെ നടക്കാതെ, സത്യം പറയാം, നമ്മൾ പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നല്ല സമ്പാദിക്കാൻ നോക്കുക. അത്യാവശ്യം സമ്പാദ്യം വേണം. സമ്പാദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെൺകുട്ടികളെ കിട്ടും, അല്ല വിവാഹമൊക്കെ നടക്കാം. നമുക്ക് പിന്നീട് ഇപ്പോൾ മനസ്സിലാവില്ല, പെണ്ണെ വളയ്ക്കുന്ന സമയത്തൊന്നും നമുക്ക് കാര്യം മനസ്സിലാവില്ല. പുറകെ കിടക്കുന്ന സമയത്ത് അത് വലിയ ലക്ഷ്യമാണ്, അത് വലിയൊരു രീതി. അത് നഷ്ടപ്പെട്ട എനിക്കെല്ലാം ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ നോക്കുമ്പോൾ അത് കല്യാണം കഴിക്കുമ്പോൾ അത് വലിയ രീതിയാണ് നമുക്ക് തോന്നും. പക്ഷേ അത് കല്യാണം കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. പണം ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമായിട്ട് വരും. അല്ലെങ്കിലും പണം എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വിവാഹശേഷം അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു ചിലവുകളുടെ കാര്യത്തിൽ. പണം ഉണ്ടാക്കാൻ നോക്കുക.